എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭയത്തിന്റെ ഒരു ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു ക്രിസ്ത്യൻ ലൈഫിൽ പിശാച് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള, അതായത് ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ എപ്പോഴും തകർത്ത് കളയുവാൻ അല്ലെങ്കിൽ അവരെ പുറകോട്ട് വലിക്കുവാൻ ഈ പിശാച് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭയം നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം വരും. നമ്മൾക്കൊന്നിനും ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനത്തെ ഈ ധൈര്യമില്ലാത്ത അവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ പറ്റാത്ത സാഹചര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലെ? അപ്പോൾ ഈ ഇന്നലെ ഒരു സഹോദരിയുടെ ഒരു കമന്റ് ഞാൻ കാണുവാനായിട്ടിടയായി. അപ്പോൾ ആ സഹോദരി പറഞ്ഞതും, എനിക്ക് ഭയങ്കര ഭയമാണ്, വിറയൽ വരെ ഉണ്ടാകുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പോകാൻ പറ്റുന്നില്ല, ഞാൻ പോയി വല്ല മെഡിസിൻസും എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഈ സഹോദരി എന്നോട് കമന്റിലൂടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം, ഞാൻ നാളെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലോട്ട് ദൈവാത്മാവ് കൊണ്ട് തന്നത്, ഈ ഭയം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭയം കൊണ്ടുവരുന്നത് ഒരു പൈശാചിക ശക്തിയാണ്, അല്ലാതെ വേറെ ആരുമല്ല ഈ ഭയം നമ്മളിലേക്ക് കൊണ്ട് തരുന്നത്. ഓക്കെ, ഇനി ഈ ഭയം നമ്മളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് മെഡിസിൻസ് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ മെഡിസിൻ കൊണ്ടൊന്നും പോകുന്ന ഒരു സംഭവമല്ല ഈ ഭയം എന്ന് പറയുന്നത്. ഇത് കൊണ്ടയിട്ടവനെയും കൊണ്ട് തന്നെ ഇത് എടുപ്പിച്ചുകൊണ്ട് പോകണം. നമ്മളുടെ ഉള്ളിൽ ഭയം ആരാണോ കൊണ്ടയിട്ടത് അവനെയും കൊണ്ട് തന്നെ അതിനെ എടുപ്പിക്കണം. എന്ന് വെച്ചാൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്ന് പറയാറില്ലേ, നമ്മുടെ പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ ഈ ഭയം കൊണ്ടയിട്ടവനെ കൊണ്ട് തന്നെ ഈ ഭയത്തെ നമ്മൾ എന്ത് ചെയ്യണം? എടുപ്പിച്ചുകൊണ്ട് പൊക്കോളം പറയണം. അവന്റെ ആയുധമാണത്, പൈശാചിക ആയുധമാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഭയം കൊണ്ട് തരിക എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ദൈവം യേശു ക്രിസ്തു എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? ഭയപ്പെടേണ്ടത് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമ്മളോട് ഭയപ്പെടേണ്ട എന്നാണ് നമ്മളുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുവാൻ കാരണം എന്താണ്? ഈ ഭയം ആര് കൊണ്ടുവരും? പിശാച് കൊണ്ടുവരുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇനി ഈ ഭയം ഒരു വിധത്തിൽ മാത്രമാണ്, അകാരണമായ ഭയം, അല്ലെ? ഒരു കാരണമില്ല. എന്തിനാ ഭയം? കാരണമില്ല. ചിലർക്ക് കാരണം അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി ചിലർക്ക് രോഗത്തിന്റെ ഭയം, ആരോഗ്യമുള്ള ശരീരമാണ്, എനിക്ക് രോഗം വരുമോ എന്നുള്ള ഭയം. ചിലർക്ക് എന്താണ്, രോഗമുണ്ട് പക്ഷെ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം. എന്തിനേറെ പറയുന്ന, ഒരു ചെറിയ പനി വന്നാൽ പോലും ഭയമാണ്, മരിച്ചു പോകുമോ എന്നുള്ള ഭയം. മരണഭയം, രോഗത്തിന്റെ ഭയം, പിന്നെ എന്താണ്, അകാരണമായ ഭയം. പിന്നെ ചിലർക്ക്, തലമുറകൾക്ക്, പിള്ളേർക്ക് എന്താണ്, പരീക്ഷയെ ഭയമാണ്. പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചത് ഓർക്കുവോ, ഞാൻ ജയിക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭയങ്ങൾ, അല്ലെ? ഇനി ചിലർക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ ഭയമാണ്. അതിനൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. ചില വ്യക്തികളെ ഭയമാണ്. അങ്ങനെ പല പല വിധത്തിൽ എന്താണ്, ചില വെള്ളത്തെ ഭയം, എന്താ പറയുക, തീയെ ഭയം, അങ്ങനെ പലതുണ്ടല്ലേ? പല വിധത്തിൽ ഓരോരുത്തർക്കും ഭയമുണ്ട്. ഇനി ചില കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കും, അവരിങ്ങനെ ഇടയ്ക്ക് ഭയപ്പെട്ട് ഇങ്ങനെ ഞെട്ടുന്നതൊക്കെ കാണാം, അല്ലെ? ഇങ്ങനെ ഈ ഭയം എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു വലിയ ആയുധമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ഭയം എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? അത് കൊണ്ടുവരുന്നത് പിശാചാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഭയം ആരുടെ ഉപകരണമാണ്, ആരുടെ ആയുധമാണ്? പിശാചിന്റെ ആയുധമാണ്. അവൻ എന്തിനാ കൊണ്ടുവരുന്നത്? നമ്മളെ തകർക്കാൻ. ഓക്കെ, പിന്നെ എന്താണ്, ഇയ്യോബ് പറയുന്നുണ്ടല്ലേ, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു എന്ന് വെച്ചാൽ കുറെ നമ്മൾ ഭയം 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 ഇങ്ങനെയാക്കി ദൈവത്തിൽ ആശ്രയിക്കാതെ ഭയം 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 തന്നെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടന്നാൽ എന്താ പറ്റുന്നതെന്ന് അറിയാവോ? അത് സംഭവിച്ചു പോകും. കാരണം എന്താ? പിശാചിന്റെ ലക്ഷ്യം അതാണ്, നമ്മളെ ഭയപ്പെടുത്തി, നമ്മൾ ഭയപ്പെടുന്ന സംഭവം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് ഈ പിശാചിന്റെ ലക്ഷ്യം. അപ്പോൾ ഭയം വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യം വരും. ഓക്കെ, അപ്പോൾ ഈ പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവന് ജയം എടുക്കുവാനായിട്ട് പറ്റും. ആർക്ക്? ഈ പിശാചിന് ജയം എടുക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവൻ എന്ത് കൊണ്ടുവരും? ഭയം കൊണ്ടിടുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭയത്തെ നമ്മൾ പുറത്താക്കണം. ഭയം നമ്മളുടെ ഉള്ളിൽ ഒട്ടും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. 1-ാം തീയതിക്കത്തെ ദൈവം നമ്മൾക്ക് തന്ന ആലോചന കേട്ടവർക്കൊക്കെ അറിയാം, അല്ലെ? എന്തായിരുന്നു? നമ്മൾക്ക് കോമൺ ആയിട്ട് ദൈവം തന്നൊരു വചനമാണ്. എന്താ വചനം പറഞ്ഞ്? ഭയപ്പെടേണ്ട. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം, അല്ലെ? അതിനകത്ത് ഏത് വചനമാ പറഞ്ഞ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്, അല്ലെ? ദൈവം നമ്മൾക്ക് തന്ന വാഗ്ദത്ത വചനമാണത്. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഈ ഭയം ഉള്ളിടത്ത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ക്രിയ ചെയ്യുവാൻ പറ്റത്തില്ല, ദൈവത്തിന് ക്രിയ ചെയ്യുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭയത്തെ പുറത്താക്കണം.
ആ ഭയത്തിന്റെ ദുരാത്മാവിനോട് നമ്മൾ എന്ത് പറയണം? കടക്ക് പുറത്തെന്ന് പറയണം. അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾക്കറിയാം സെക്കൻഡ് തിമോത്തി അല്ലെ, തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 1-ാമത്തെ അധ്യായത്തിനകത്തോട്ട് 7-ാമത്തെ വാക്യം, അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മൾക്ക് തന്നിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് തന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും ബലത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിനെയാ നമ്മൾക്ക് തന്നിരിക്കുന്നത്. സുബോധത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം കേട്ടോ. സെക്കൻഡ് തിമോത്തീസ് 1:7. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇനി അത് POC ബൈബിൾ, അതായത് കത്തോലിക്ക ബൈബിളിനകത്ത് ഇങ്ങനെയാണ്. സെയിം അങ്ങനെ തന്നെ, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും പകരം ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. രണ്ടും സെയിം ആണ്. സുബോധം വരുമ്പോഴാണല്ലോ നമ്മൾക്ക് എന്ത് വരുന്നത്? ആത്മനിയന്ത്രണം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഏത് ആത്മാവിനെ തന്നിരിക്കുന്നത്? ഭയത്തിന്റെ ആത്മാവിനെയാണ്. ഭീരുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. ഭയത്തിന്റെ ആത്മാവിനെ അല്ല നമ്മൾക്ക് തന്നിരിക്കുന്നത്. നമ്മളുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അല്ലെ, പരിശുദ്ധാത്മാവിൽ എന്താണുള്ളത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ശക്തിയാണ്. നമ്മൾക്ക് നല്ല ശക്തിയുള്ളവർക്ക് ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇല്ല. ശക്തി അല്ലെ, ദൈവിക ശക്തിയാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്, അല്ലാതെ ഭയത്തിന്റെ ആത്മാവിനെയല്ല. ഇത് നമ്മൾക്കുള്ള ആലോചന എന്താണ്? നമ്മൾക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഭയം കൊണ്ടുവരുന്നത് ആരാണ്? അത് ദുരാത്മാവാണ്. അതിനെ നമ്മൾ പുറത്താക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിൽ തന്നിരിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ്? സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവ് അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവ് കേട്ടോ. ആ ആത്മാവിനെയാണ് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ വചനം മറക്കണ്ട. സെക്കൻഡ് തിമോത്തീസ് 1:7. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കാൻ, അത് നമ്മൾ പഠിക്കണം. എന്താണ്? നമ്മളിൽ തന്നിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ആത്മാവ് അല്ലെ, ദൈവം പറഞ്ഞിരിക്കുന്നത് നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് വെച്ചാൽ ലോകത്തിൽ ഉള്ളത് പിശാച. നമ്മളിൽ തന്നിരിക്കുന്നത് ആരാണ്? ദൈവത്തിന് പരിശുദ്ധാത്മാവിനെയാണ് നമ്മളിൽ തന്നിരിക്കുന്നത്. അത് ലോകത്തിലുള്ളവനെ കഴിഞ്ഞും ശക്തനാണ്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ബലമുള്ളത് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ബലഹീനമായതിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒത്തിരി ആധികാരികമായി പറഞ്ഞു പോകുന്നില്ല, ഞാൻ വിഷയത്തിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി എന്താണ്? ഇനി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ്? ഒരു മരണഭയം അല്ലെ. ശതാധിപൻ പറഞ്ഞു, എന്റെ കുഞ്ഞുമോള് രോഗിയായിട്ട് കിടക്കുക, അവളെ വന്നൊന്ന് സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞു. അന്നേരം എന്താണ്? അവിടുന്ന് വീട്ടിൽ നിന്ന് ആൾ വന്നിരിക്കുക, കൊച്ചു മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, അങ്ങോട്ട് വേണ്ട, മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അപ്പനോട് എന്താ പറഞ്ഞേ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഈ ഭയത്തെ പുറത്താക്കാൻ ഒന്നാമത് നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? വിശ്വാസം വേണം. ആരെ വിശ്വസിക്കണം? നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ? പൗലോസ് അങ്ങനെ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അല്ലെ, അന്ത്യത്തോളം അവൻ എന്നെ കാക്കും. അങ്ങനെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, ദൈവം പറഞ്ഞിരിക്കുക, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആരിൽ വിശ്വാസം ഉണ്ടാകണം? നമ്മൾ നമ്മുടെ ദൈവത്തിൽ അങ്ങ് ഉറച്ച് വിശ്വസിച്ചാൽ മതി. ഭയം നമ്മളിൽ വേണ്ട കേട്ടോ. ഭയം വേണ്ടേ വേണ്ട. നമ്മൾ ആരിൽ വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. ഇനി വിശ്വാസം കുറവുള്ളവർ പ്രാർത്ഥിച്ചോണം, കർത്താവേ അങ്ങയുടെ വിശ്വാസം എനിക്ക് തരണമേ, അങ്ങനെ ആഴമായി വിശ്വസിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് ദാവീദ് അല്ലെ. ദാവീദ് എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കേ. ആ മനുഷ്യനെ എൻ്റെ കർത്താവെ, പുള്ളീനെ ബുദ്ധിമുട്ടിച്ചതുപോലെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്ന് പറയാം. അതുപോലെ പുള്ളി രാജകീയ അഭിഷേകം വീണിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് പോലും പുള്ളി ഓടി നടക്കുക. ആരെ പേടിച്ചിട്ടാ? അഭിഷേകത്തിന് വീണ ദുരാത്മാവ് പിടിച്ച ഒരുത്തനെ പേടിച്ചിട്ട് അല്ലെ. ശൗൽ രാജാവ് പുള്ളീനെ പേടിച്ചിട്ട് ഓടി നടക്കുക. പുള്ളിയിൽ എന്താ? പരിശുദ്ധാത്മാവ് മാറിയിട്ട് പുള്ളിയിലെ ദുരാത്മാവ് വന്നു. എന്നിട്ട് പുള്ളീനെ പേടിച്ചിട്ട് ഈ അഭിഷേകം ഉള്ളവൻ ഓടി നടക്കുക. എന്നുവെച്ചാൽ അവനെ ഓടിക്കുക. ആ മനുഷ്യൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക. ആ മനുഷ്യന്റെ സങ്കീർത്തനം. ഓക്കെ, സങ്കീർത്തനം 56-ന്റെ 3-4 വചനങ്ങളാണ് കേട്ടോ. അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും. എന്ന് വെച്ചാൽ ഞാൻ ഭയപ്പെടുമ്പോൾ ആരിൽ ആശ്രയിക്കും? ദാവീദിന് ഭയം വന്നു. അപ്പോൾ ദാവീദ് പറയുക, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ ആരിൽ ആശ്രയിക്കും? നിന്നിൽ ആശ്രയിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുക, ദൈവത്തിൽ അവന്റെ വചനത്തിൽ ഞാൻ പുകഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഭയത്തോടെ ഇരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, നമ്മൾക്ക് ദൈവത്തിൽ വിശ്വാസം വരണം. രണ്ടാമത്, നമ്മൾ എന്താണ്? ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന്റെ വചനം നമ്മളോട്
സംസാരിച്ചിരിക്കുക, ഭയപ്പെടേണ്ട എന്ന്. അത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന മെത്തേഡാണ് വചനം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. രണ്ടെന്താണ്? വചനത്തിൽ ആശ്രയിക്കണം. വചനം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയണം. ഏത് വചനം പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് വായിക്കണം കേട്ടോ. ഇത് എല്ലാവർക്കും, അതായത് ഏതൊക്കെ വിധത്തിൽ ഭയപ്പെടുന്നവരുണ്ടോ, ആ സഹോദരി അടക്കം, ആ കമന്റ് എഴുതിയ സഹോദരിയോടൊക്കെയാ സംസാരിക്കുന്നത്. ആ സഹോദരിയും അതുപോലെ ഭയത്തിലാകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുമുണ്ട്. വലിയ ആൾക്കാരുണ്ട്, ചെറിയ ആൾക്കാരുണ്ട്, അല്ലെ? എല്ലാവർക്കും ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിൽ ചെറിയ ചെറിയ ഭയങ്ങളെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ എന്താണ്? പിന്നെ പഠിക്കുന്ന പിള്ളേര്, എക്സാമിനെ ഭയമുള്ളവർ, അവരൊക്കെ ഇതൊക്കെ എടുത്ത് വായിച്ച് പഠിക്കണം. ഈ വചനം വായിക്കണം. ഓക്കെ, ഈ വചനത്തിന്റെ മുൻപിൽ ആര് തോറ്റുപോകും? പിശാച് തോറ്റുപോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭയം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം? ഈ ഭയം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ പറ്റാതെ വരും കേട്ടോ. ഇനി അതുപോലെ തന്നെയാണല്ലേ നമ്മുടെ മർക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാം, അവിടെ എന്താണ്? ശിഷ്യന്മാരോട് പടകിന് കയറി പൊയ്ക്കോളം പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവും അവരുടെ കൂട്ടത്തിൽ പടകിലുണ്ട്. എന്നിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുക? പടകിൽ കിടന്ന് ഉറങ്ങുക. ഈ ഉറങ്ങുന്ന സമയത്ത് എന്താ വന്നു? വലിയ കാറ്റും തിരയൊക്കെ വന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ശിഷ്യന്മാർ പേടിച്ച് അവിടെ നിലവിളിച്ചു. അപ്പോൾ നിലവിളിച്ചപ്പോൾ ദൈവം എന്താ ചെയ്ത്? ദൈവം ഇവരോട് ആദ്യം കാറ്റിനെയും കടലിനെയും ദൈവം അങ്ങ് ശാസിച്ചു. അവരെ ഭയപ്പെടുത്തിയ ദുരാത്മാവിനെ ദൈവം എന്ത് ചെയ്തു? ശാസിച്ചിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്രയും പേടിക്കുന്നതെന്നൊക്കെ ശിഷ്യന്മാരെ വഴക്ക് പറഞ്ഞു, അല്ലെ? എന്നിട്ട് അവിടെ എന്താ ചെയ്തത്? ശാസിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഭയം നമ്മളിലേക്ക് വരുമ്പോഴേ നമ്മൾ പറഞ്ഞോണം, യേശു ക്രിസ്തുവിന്റെ നാമത്താൽ എല്ലാ ഭയത്തിന്റെ ദുരാത്മാവും എന്നെ വിട്ടുമാറും, എല്ലാ ഭയം കൊണ്ടുവരുന്ന പൈശാചിക ശക്തി എന്നെ വിട്ടുമാറും എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ കൽപ്പിക്കണം, ശാസിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അത് മാറിപ്പൊക്കോളൂന്നേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുൻപിൽ എന്ത് മടങ്ങും? എല്ലാ ദുഷ്ടപിശാചുക്കളുടെ മുട്ട് മടങ്ങും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവൻ കീഴടങ്ങും. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഭയം കടന്നു വരുമ്പോഴേ നമ്മൾ അതിനെ ഒന്ന് ശാസിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്താൽ, അല്ലെങ്കിൽ ഈശോയുടെ നാമത്താൽ ഈ ദുഷ്ടപിശാച്, ഭയത്തിന്റെ പിശാചിനെ വിട്ടുമാറും എന്ന് നമ്മൾ ആദ്യത്തെ പടിയായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഞാനിപ്പോൾ ഒരു വചനം പറഞ്ഞു തരുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ വചനം കണ്ടുപിടിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഞാനിപ്പോൾ ഇതിനകത്ത് ഒത്തിരി വചനങ്ങൾ പറഞ്ഞു, അല്ലെ? അതൊക്കെ എടുത്തു വെച്ച് വായിച്ച് അതിൽ ധ്യാനിച്ചോണം. അപ്പോൾ ഈ വചനം, അതായത് നമ്മൾക്ക് 1-ാം തീയതി അല്ലെ ദൈവം നമ്മൾക്ക് തന്നെ ആ വാഗ്ദത്ത വചനം, അത് തന്നെ നമ്മൾ എടുത്തങ്ങ് പ്രാർത്ഥിക്കുക. ഏത്? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓക്കെ, ഇനി അത് POC ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോഴും സെയിം തന്നെയാണ്. ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓക്കെ, അപ്പോൾ ഈ വചനം എന്ത് ചെയ്യണം? നമ്മളങ്ങ് ആദ്യം ശാസിക്കണം. എന്നിട്ട് ഈ വചനം യേശയ്യാ 41:10. ഓക്കെ, നമ്മുടെ 1-ാം തീയതി ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം അല്ലെ? ആ വചനം വെച്ചങ്ങ് പ്രാർത്ഥിച്ചോണം. കാരണം ഇത് ദൈവം മുൻകൂട്ടി നമുക്ക് തന്നു. ഓക്കെ, ഈ വചനം നമ്മൾ ഇനി എന്താണ്? ഈ വർഷം മുഴുവൻ നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ട് നടന്നോണം. എന്നിട്ട് നമ്മൾ ഈ വചനം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് പറയുക. നിങ്ങളുടെ തലമുറകൾ, ഭയത്തിലായിരിക്കുന്ന തലമുറകൾ ഉണ്ടെങ്കിൽ അവരോടും ഈ വചനം പറഞ്ഞു കൊടുക്കുക. അവരോട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് ഈ വചനം പറഞ്ഞു കൊടുത്ത് അവരെയും കൊണ്ട് അത് കാണാതെ പറയിപ്പിച്ച് നമ്മൾ വചനം പഠിപ്പിക്കുകയല്ലേ പിള്ളേരെ? അങ്ങനെ വചനം പഠിപ്പിക്കുമ്പോൾ ഈ വചനം പഠിപ്പിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ അവരോട് ഇങ്ങനെ പറയണം. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒന്നെന്താണ്? ഞാനൊന്നും കൂടെ ഒരു ഷോർട്ട് സമ്മറി പറയാം. ഒന്നെന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ശാസിക്കണം. ഓക്കെ, ഭയം കടന്നു വരുമ്പോൾ നമ്മൾ ശാസിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഭയത്തിന്റെ ദുരാത്മാവിനെ വിട്ടുമാറട്ടെ എന്ന് നമ്മൾ ശാസിക്കണം. ഇനി രണ്ടാമത് എന്താണ്? ദൈവത്തിൽ നമ്മളങ്ങ് വിശ്വസിച്ചോണം. മൂന്നാമത് എന്താണ്? ദൈവത്തിന്റെ വചനം പറഞ്ഞോണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി അതുകൂടാതെ യേശയ്യാ 41:10 ഞാൻ പറഞ്ഞു. ഇനി അതുകൂടാതെ എന്താണ്? ഈ 23-ാം സങ്കീർത്തനം, അത് നമ്മൾ കാണാതെ പഠിക്കണം കേട്ടോ. ആ വചനം എല്ലാവരും കാണാതെ പഠിക്കണം. അത് ഇച്ചിരിയേ ഉള്ളൂ. അത് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ കാട്ടിക്കൂടെ അലഞ്ഞു, അല്ലെ? കാട്ടിക്കൂടെ അലഞ്ഞു, ഇതിലെയൊക്കെ ഭയപ്പെടുത്തി ഓടി. അപ്പോഴൊക്കെ ആ മനുഷ്യൻ എഴുതിയതാ കേട്ടോ. അതുകൊണ്ട് ഈ 23-ാം സങ്കീർത്തനം എല്ലാമാണ് നമ്മുടെ ലൈഫിന്റെ സകലതുമാണ്. അല്ലെ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല, അല്ലെ? എന്താ പറയുക? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ വചനമാണ്.
കേട്ടോ. ആ 23-ാം സങ്കീർത്തനം നമ്മൾ കാണാതെ പഠിച്ച് അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. നല്ല ഭയത്തിലിരിക്കുന്നവരും 23-ാം സങ്കീർത്തനം കാണാതെ പഠിച്ച് പറയണം. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഈ 23-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം ഇതൊക്കെ നമ്മൾ പറയണം. 91-ാം സങ്കീർത്തനം എന്താണ് അല്ലെ? അത് നമ്മൾക്ക് തരുന്ന സംരക്ഷണത്തിന്റെ വചനമാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കണം. ഈ വചനമൊക്കെ കാണാതെ പഠിക്കണം. ഈ 23-ഉം 91-ഉം ഒക്കെ നമ്മൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നടക്കുമ്പോഴല്ലേ, നമ്മൾ നടന്നു പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോട്ട് പോകുന്ന വഴിക്കൊക്കെ നമ്മൾക്ക് എന്താ ഇത് ചൊല്ലിക്കൊണ്ട് നടക്കാം. കാണാതെ പഠിച്ച പിന്നെ ബൈബിളും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾക്കിത് കാണാതെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഓക്കെ. അപ്പോൾ ബൈബിൾ ചുമന്നോട് നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ അതിന് ഘനമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറിയ ബൈബിളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ട് നടക്കുന്നതിനകത്ത് യാതൊരു ഒരു വിഷയവും ഇല്ല. കാരണം നമ്മുടെ വിശ്വാസത്തെ ഏതൊക്കെ രീതിയിൽ നമ്മൾക്കതിനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തോണം. കാരണം നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ വിശ്വാസത്തെ കണക്കിടുന്നത് ആരാ? എന്റെ ദൈവമാണ് എന്റെ വിശ്വാസത്തെ കണക്കിടുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണാതെ പഠിച്ച് അപ്പം ഏഷ്യ 41:10, ഇനി അതുകൂടാതെ 23-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം ഇത് നിർബന്ധമായിട്ടും ഇത് നമ്മൾ ഈ 3 നിർബന്ധമായിട്ട് ഈ വചനം നമ്മൾ ചൊല്ലുക. അത് നമ്മൾ വിശ്വസിക്കുക കേട്ടോ. ഓരോ വചനവും പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. അതുകൊണ്ട് അത് വിശ്വസിച്ച് അത് നമ്മൾ ഏറ്റെടുത്തോണം. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് നടക്കണം. അപ്പോൾ എന്താണ്? ഈ ഭയത്തിന്റെ ദുരാത്മാവ് നമ്മളെ അങ്ങ് വിട്ടുമാറും. ഇതെന്താണ്? ഇത് നമ്മളെ ഭയപ്പെടുത്തുക, നമ്മളെ എങ്ങോട്ടും വിടാതെ. ആ സഹോദരി എഴുതിയത് അങ്ങനെയാ. വിറയലുണ്ടാകുന്നു, അതിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അതൊരു വല്ലാത്ത അവസ്ഥയാ അല്ലെ? ഇത് ഇപ്പൊ ആ സഹോദരി അത് തുറന്നു പറഞ്ഞു. ഇത് തുറന്നു പറയാത്ത എത്രയോ പേരുണ്ട്. എല്ലാവരിലും ഉണ്ട് ചെറിയ ചെറിയ ഭയം. നമ്മൾക്കൊക്കെ ഇല്ലേ ഓരോരോ ചെറിയ ചെറിയ ഭയങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരും അല്ലെ? ഒരു പനി വന്നു കഴിയുമ്പോൾ നമുക്കും ഭയം വരും. എല്ലാവർക്കും ഭയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വചനം ചൊല്ലുക, തലമുറകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക, അവരോട് ഇത് ചൊല്ലാൻ പറയുക, നമ്മളും ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായും ഇതിനകത്തുനിന്ന് നമ്മൾക്ക് വിടുതൽ തരും. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ശരിക്കും തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കും. എനിക്ക് കമന്റുകൾ വരുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കും. കാരണം എവിടെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ അല്ലെ? പെട്ടെന്ന് പ്രാർത്ഥിക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചിരിക്കുന്നത്. എവിടെയാണെങ്കിലും എവിടെ ഇരുന്നാലും അത് നോട്ടിഫിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് നോക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സഹോദരിയുടെ മെസ്സേജ് കണ്ടത്. അന്നേരമാണ് പെട്ടെന്ന് എനിക്ക് ഈ തലമുറകൾക്ക് വേണ്ടിയുള്ളത് നാളെ ചെയ്യാം, ഇന്ന് തന്നെ എനിക്ക് ഈ മെസ്സേജ് ചെയ്യണമെന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടുകയും ഞാൻ പെട്ടെന്ന് ഇത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഒരു ഭയത്തിനും നമ്മളുടെ മേലെ സ്ഥാനമില്ല. ഭയം കൊണ്ടുവരുന്നത് ദുരാത്മാവാണ്. അതിനെ നമ്മൾ പുറത്താക്കുക തന്നെ വേണം. ഭയം വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ദുഷ്ട പിശാച് നമ്മളെ വിട്ടുമാറണം. ഇവൻ എങ്ങനെ വിട്ടുമാറും? അവനോട് എതിർത്ത് നിൽപ്പിൻ. നമ്മൾ അവനോട് എതിർത്ത് നിൽക്കുമ്പോഴേ എന്ത് ചെയ്യും? അവൻ വിട്ട് ഓടിപ്പൊക്കോളും കേട്ടെ. അപ്പൊ ഭയത്തിന് നമ്മൾ കീഴടങ്ങരുത്. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.